ഇങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണ് ചക്കയുടെ പൊടിയും പിന്നെ ഏത്തപ്പഴവും കൊണ്ട് അട തയ്യാറാക്കി എന്നത് നമുക്ക് കാണാം. നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് രാവിലെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വാഴയില ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്രോസൺ വാഴയിലയാണ്. 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്കപ്പൊടിയും കൊണ്ടാണ് ഇന്നത്തെ അട ഇവിടെ ഉണ്ടാക്കുന്നത്. ചക്കപ്പൊടിയും റവയും കൂടെ ചേർത്താണ് അട ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 1 കപ്പോളം വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഈ ഏത്തപ്പഴം മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇതിനകത്ത് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് മധുരം ഇടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അടയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് കാണാം. ഇനി ഈ 2 പഴുത്ത ഏത്തപ്പഴം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നല്ല പഴുത്ത ഏത്തപ്പഴം ആയിരിക്കണം ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ചുമ്മാതങ്ങ് മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രയും ഏത്തപ്പഴം ചേർക്കുന്നോ അത്രയും നല്ല മധുരമായിരിക്കും. പിന്നെ എടുക്കുന്ന പൊടിയുടെയൊക്കെ അളവിനനുസരിച്ച് വേണം നമ്മൾ പഴം ചേർക്കാൻ. ഒരു സ്വല്പം ചൂടുവെള്ളത്തിലാണ് ഞാനിവിടെ ഇത് അരച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വീണ്ടും പൊടി എടുക്കേണ്ടി വരും. എന്നിട്ട് ഈ ഒരു അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ ഏത്തപ്പഴം നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് വറുത്ത റവയാണ്. ഇനി നമ്മുടെ ചക്ക പാക്കറ്റ് കാണിക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ട് ഇപ്പോൾ എന്നും അട ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ചക്കപ്പൊടിയും പിന്നെ റവയും ചേർത്ത് കൊഴുക്കട്ട ഉണ്ടാക്കുക, അട ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി ഇപ്പോൾ. ഇനി ഇതൊന്ന് ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. അങ്ങനെ പച്ചച്ചക്കയുടെ പൊടി ഞാനിവിടെ പൊട്ടിച്ചു. ഇനി എടുത്തു വച്ചിരിക്കുന്ന റവയിലോട്ട് നമുക്ക് ആവശ്യത്തിനൊരു 2 തവിയാണ് ഞാൻ ചേർക്കുന്നത്. അത്രയും മതി. സ്വല്പം ഉപ്പ് ചേർക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ജീരകത്തിൻ്റെ പൊടി, ഏലക്കപ്പൊടിയൊക്കെ നമുക്ക് ചേർക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ജീരകത്തിൻ്റെ പൊടി, ഏലക്കപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം ഞാൻ സ്വല്പം ജീരകത്തിൻ്റെ പൊടിയും ഏലക്കപ്പൊടിയും ചേർക്കാൻ പോവാണ്. ജീരകത്തിൻ്റെ പൊടി, ഇനി ഏലക്ക പൊടിച്ചത്, ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുഴച്ചിട്ടാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നേരം ഞാനിതൊന്ന് വെച്ചേക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ അരച്ചെടുത്ത നമ്മുടെ ഏത്തപ്പഴം ഇത് സ്വല്പം വെള്ളം കൂടെ ഒക്കെ ചേർക്കേണ്ടി വരും. ഇനി ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി സ്വല്പം വെള്ളം കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഈ റവയൊക്കെ അങ്ങ് കുതിർന്ന് വരും. അന്നേരം നമുക്ക് വീണ്ടും ചിലപ്പം വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് 15 മിനിറ്റ് നേരം ഞാൻ വെച്ചിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. അന്നേരം അറിയാം വെള്ളത്തിൻ്റെ കണക്കൊക്കെ. നമ്മളിത് ഈ അട ഉണ്ടാക്കുമ്പോൾ നല്ല ലൂസായിട്ടിരിക്കണം ഇത്.
ഇനിയും എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. സ്വല്പം തേങ്ങ ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം വേണ്ടിയവർക്ക് ശർക്കരയുടെ പാനി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അല്ല എങ്കിൽ ഇലക്കകത്ത് മടക്കുമ്പോൾ ഈ തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്തും ചേർക്കാം. ഇനി ഒരു 15 മിനിറ്റ് നേരം ഞാനിത് അടച്ചു വെക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇരിക്കട്ടെ 15 മിനിറ്റ് നേരം. അങ്ങനെ 15 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ല മുറുക്കം വന്നിട്ടുണ്ട്. നേരത്തെ നല്ല ലൂസായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ റവയൊക്കെ ഇതിനകത്ത് ഒഴിച്ച വെള്ളമൊക്കെ അങ്ങ് വലിച്ച് കുടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് സ്വല്പം വെള്ളം കൂടെ അല്ലെങ്കിൽ നോക്കാം നമുക്ക് എന്തോ വേണ്ടിയെന്ന്. ഞാൻ സ്വല്പം നെയ്യ് ചേർക്കുവാണ്. നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത്രയും നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നമുക്ക് വെള്ളമൊന്നും ഇനി ഒഴിക്കേണ്ട കാര്യമില്ല. എത്രയും നേരം വെച്ചേക്കുന്നോ അത്രയും നല്ലതാണ്. നമ്മളിത് കുഴച്ചിട്ട് നമുക്ക് രാവിലെയൊക്കെ അത്രയും നേരം ഒന്നും വെക്കാൻ നമുക്ക് സമയം കാണത്തില്ല. എന്നാലും നമ്മളൊരു 10-15 മിനിറ്റ് നേരമെങ്കിലും വെച്ചേക്കണം. അന്നേരമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം നമുക്ക് കിട്ടുന്നത്. വാഴയില ഫ്രോസൺ ആണെങ്കിൽ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം തന്നെ കഴുകി ഇങ്ങനെ പീസായിട്ട് അരിഞ്ഞ് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചേക്കും. ഇനി ഇതെടുത്ത് അങ്ങ് യൂസ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ച് ഇനി ഇത് പരത്തി ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതി. എന്ത് ഈസിയാണെന്ന് നോക്കിക്കേ. ഇനി വളരെ എളുപ്പമാണ്. ഓരോ പീസ് ഇല എടുക്കുക. സ്വല്പം നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ആവശ്യത്തിനെടുത്ത് ഇലയിൽ വെച്ച് പരത്തിയാൽ മതി. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശർക്കരയും തേങ്ങയൊക്കെ നടുക്ക് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ വേണ്ട ഇങ്ങനെയാണ് ഞാൻ കുറച്ച് നാളായിട്ട് അട ഉണ്ടാക്കുന്നത്. നമ്മുടെ ഷുഗറൊന്നും ചേർക്കാതെ ഇങ്ങനെ ഏത്തപ്പഴം അരച്ചാണ് ഞാൻ ഇങ്ങനെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം തിളച്ച് പോയി. അതാണ് ഞാൻ അങ്ങോട്ട് പോയത് ഉടനെ. ഞാനിവിടെ 2 മടക്ക് മടക്കുന്നുണ്ട്. ഇനി അടുത്ത ഇല എടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചുമ്മാ അതങ്ങ് പരത്തി വെച്ചാൽ മാത്രം മതി. വളരെ ഈസിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയാൽ വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു സ്വല്പം വെള്ളം കയ്യിൽ തൂക്കുന്നത്. അങ്ങനെ എല്ലാം തന്നെ ഞാൻ ഇലയ്ക്കുള്ളിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ വെച്ചാണ് ഞാനിത് പുഴുങ്ങിയെടുക്കുന്നത്. പ്രഷർ കുക്കറിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊരു തട്ട് വെക്കണം. ഞാൻ ഈ ഒരു തട്ടാണ് ഇതിനകത്തോട്ട് വെക്കുന്നത്. വെള്ളം ഈ തട്ടിൻ്റെ താഴെ ആയിരിക്കണം. ആ ഒരു അളവിലാണ് നമ്മൾ ഈ തട്ട് വെക്കേണ്ടത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഇതിനകത്തോട്ട് കയറും. അതുകൊണ്ട് തട്ടിന് താഴെ ആയിരിക്കണം വെള്ളം. ഇനി ഞാനിത് ഓരോന്നോരോന്നായിട്ട് പറക്കി വെക്കട്ടെ. പ്രഷർ കുക്കറിൽ എളുപ്പമാണ് വേവിച്ചെടുക്കാൻ വേണ്ടി. ഒരു 2-3 ആവി നല്ലതുപോലെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങൾ വെന്ത് തുടങ്ങും.
ഈ പ്രഷർ കുക്കറിനകത്ത് നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ വെയിറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല, വെറുതെ അടച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അട ഇവിടെ റെഡിയാവും. അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ അപ്പം അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് പറക്കിയെടുത്തതിന് ശേഷം രാവിലെ ചായ കുടിക്കാൻ പോവുകയാണ് ഞാൻ. പറക്കിയെടുക്കട്ടെ. അങ്ങനെ എല്ലാം തന്നെ ഞാൻ കുക്കറിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ചായയും റെഡിയായി. നല്ല കടുപ്പത്തിലൊരു ചായയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചൂടോട് തന്നെ നമ്മുടെ അട എടുക്കാം. നല്ല ടേസ്റ്റുള്ള അടയാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന അടയായതുകൊണ്ട് എനിക്കിത് ഇതിൻ്റെ രുചിയൊക്കെ നല്ലതുപോലെ അറിയാം. ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അടയുടെ വീഡിയോ. നല്ല ടേസ്റ്റോട് കൂടിയ ചക്കയും റവയും കൊണ്ടുള്ള അടയായിരുന്നു ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.